അവിടുത്തെ മക്കളായി ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ഇന്നത്തെ പകൽക്കാലം അവിടുത്തെ ചിറകടിയിൽ ഞങ്ങളെ വളരെ ഭദ്രമായി സൂക്ഷിച്ചതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. വീണ്ടും ഞങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വന്ന് തിരുവചനം പഠിക്കുവാൻ വിവിധ ദേശങ്ങളിൽ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവെ, സമാഗമന കൂടാരവും യെരൂശലേം ദേവാലയം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 13 എപ്പിസോഡുകൾ വളരെ ലളിതമായ ഭാഷയിൽ അടിയങ്ങൾക്ക് മനസ്സിലാക്കത്തക്കവണ്ണം അവിടുത്തെ പ്രിയദാസൻ ഞങ്ങളെ പഠിപ്പിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് 14-ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നും കർത്താവ് പരിശുദ്ധാത്മാവിന്റെ നിറവിലും ശക്തിയിലും അവിടുത്തെ വചനം ഞങ്ങളെ പഠിപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ ധാരാളമായി കൊടുത്ത് പ്രിയദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കേൾവിക്കാരായി ഞങ്ങൾക്കായി വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇരുന്നു കർത്താവെ പഠിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങളുടെ കുറവുകളും തെറ്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ കർത്താവിന് വേണ്ടി കൊള്ളാകുന്നവരായി ജീവിക്കുവാനും ഒക്കെ ഇന്നത്തെ വചന പഠനം ഞങ്ങൾക്ക് മുഖാന്തരമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവത്തിന്റെ മക്കൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും പിരിയുമ്പോൾ അനുഗ്രഹം പ്രാപിച്ചു പോകുവാനായിട്ടിടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പാട്ട് പാടുന്ന ആ ദേവദാസി ഓർത്തടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാട്ടും വളരെ മനോഹരമായി പാടുവാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നെറ്റ്വർക്കിന്റെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകാതിരിക്കാൻ കർത്താവ് ആദിയോടന്തം അവിടെ കൂടിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രിയ നവീൻ സഹോദരനായും പ്രാർത്ഥിക്കുന്നു. ഇതിൽ ഇടിച്ചു തക്കവണ്ണമുള്ള ദൈവകൃപ കൊടുത്ത് ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. അവിടുത്തെ പ്രിയദാസനെയും അവിടുത്തെ വചനം ഞങ്ങളെ ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പഠിപ്പിച്ചിരുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, സ്വീകരിക്കുമാറാകണമേ. ആമേൻ. നമുക്കൊരു ഗാനം കേൾക്കാം. നിമ്മി സിസ്റ്ററിനെ അതിനുവേണ്ടി ക്ഷണിച്ചു. ക്ഷമിക്കണം, ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കിട്ടത്തില്ലേ? ആശ്വാസദായകനാഥ, നീ എന്നാലംബം എല്ലാ നാളിലും, ചുറ്റും ഭീതിൻ ശ്രുതി ഉയർന്നിടുമ്പോൾ നീ മാത്രമാണെന്നഭയസ്ഥാനം. ചുറ്റും ഭീതിൻ ശ്രുതി ഉയർന്നിടുമ്പോൾ നീ മാത്രമാണെന്നഭയസ്ഥാനം. എൻ ജീവപാതയിലേശുള്ളതിനാൽ ഭയലേശമെന്നെ യാത്ര ചെയ്തിടും. എൻ ജീവപാതയിലേശുള്ളതിനാൽ ഭയലേശമെന്നെ യാത്ര ചെയ്തിടും. തവ സാന്ത്വന വചസ്സുള്ളിലുള്ളതിനാൽ ഞാൻ ധൈര്യഹീനനാവുകില്ലിനിയും. തവ സാന്ത്വന വചസ്സുള്ളിലുള്ളതിനാൽ ഞാൻ ധൈര്യഹീനനാവുകില്ലിനിയും. ആശ്വാസദായകനാഥ, നീ ചുറ്റും ഭീതിൻ ശ്രുതി ഉയർന്നിടുമ്പോൾ നീ മാത്രമാണെന്നഭയസ്ഥാനം. എൻ ജീവിതത്തിൻ നന്മകളെല്ലാം തന്ദാനമായി ഞാൻ കരുതിയിടുന്നു. എൻ ജീവിതത്തിൻ നന്മകളെല്ലാം തവദാനമായി ഞാൻ കരുതിയിടുന്നു. എല്ലാം ലാഭമോ വഞ്ചേതമോ
സർവം നന്മയായി ഞാൻ എണ്ണിടുമെന്നും. എല്ലാം ലാഭമോ വഞ്ചിതമോ ആയാൽ സർവം നന്മയായി ഞാൻ എണ്ണിടുമെന്നും. ആശ്വാസദായക നാഥ, ആലംബം എല്ലാ നാളിലും. ചുറ്റും വീതി ശ്രുതി ഉയർന്നിടുമ്പോൾ നീ മാത്രമാണെന്ന ഭയസ്ഥാനം. ചുറ്റും ഭീതി ശ്രുതി ഉയർന്നിടുമ്പോൾ നീ മാത്രമാണെന്ന ഭയസ്ഥാനം. വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ദൈവം നമ്മെ സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. സമാഗമന കൂടാരം അതിന്റെ 14ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. വചന ശുശ്രൂഷയ്ക്കായിട്ട് അങ്കിളിനെ ക്ഷണിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നല്ലൊരു ഗാനം കേൾക്കുവാൻ തോന്നുന്നതിനിടയായി. ഈ അന്തരീക്ഷത്തിൽ സമാധാനത്തിന്റെ ദായകനായ നമ്മളുടെ കർത്താവ് ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു മരുഭൂമി യാത്ര ചെയ്യുവാനുള്ളതായ ആ ഒരു ആഹ്വാനമായ നല്ലൊരു ഗാനമാണ് ലഭിക്കുവാൻ ഇടയായി. നമ്മളിപ്പോ സമാധാന കൂടാരം എന്ന് പറയുന്നത് 3 ഭാഗങ്ങളായിട്ടാണ് അത് കാണുന്നത്. പ്രത്യക്ഷമായി സമാഗമന കൂടാരം 2 ഭാഗങ്ങളിലായി നിലനിൽക്കുന്നു. എന്നാൽ പ്രാകാരത്തോട് ചേർന്നാണ് ഈ കൂടാരത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷമായ 4 സ്വഭാവ ഗുണങ്ങളെ സ്വഭാവ ഗുണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസിയുടെ സത്യത്തിലും ആത്മാവിനുമുള്ള ആരാധന ചിത്രമാണ് ആ സമാന കൂടാര ബന്ധത്തിൽ 4 പാടുമായി കാണുന്ന ആ ഗോത്രങ്ങളുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാനത്തിലും അവർ പിടിച്ചിരിക്കുന്ന ആ കൊടിയുടെ അടിസ്ഥാനത്തിലുമായി ഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധിച്ചത്. നമ്മളുടെ കർത്താവ് താൻ രാജാവാണ്, എന്നാൽ താൻ കടന്നു വന്ന ആ സമയം രാജാവായി വാഴുവാനല്ല വന്നത്. താൻ പിതാവിന് വിധേയപ്പെട്ട് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന, തന്നെ തന്നെ ഭരിക്കുന്ന ഒരു രാജാവായിട്ടാണ് കാണുന്നത്. പിന്നെ താനൊരു ദാസനായിട്ട് വന്നത് കാളയെന്നോണം. അത് നമ്മൾ യശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ കാള തന്റെ ഉടയനെ അറിയുന്നു, കഴുത തന്റെ പുൽത്തൊട്ടി അറിയുന്നു എന്ന് പറയുന്നതായ അളവിൽ ഉടയനെ അറിയുന്നതായ അവസ്ഥയിൽ മാത്രമായ ഒരു കാളയെന്നോണം കർത്താവ് പിതാവിന്റെ ഇഷ്ടം ചെയ്തു തീർത്ത ഒരു ദാസനായി തീർന്നു. പിന്നെ നാം കാണുന്നത് യഥാർത്ഥ ഒരു മനുഷ്യപുത്രൻ എന്നുള്ള അവസ്ഥയിൽ താൻ വിളങ്ങുകയുണ്ടായി. മനുഷ്യനെ ദൈവം ഏതിനായി സൃഷ്ടിച്ചു, എന്തിനായി സൃഷ്ടിച്ചു എന്നുള്ളതായ കാര്യം വ്യക്തമായി കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം മൂലം അത് ഗ്രഹിക്കുവാൻ തക്കണം ഇടയാവും. അപ്രകാരം ഉള്ള ഒരു ജീവിതമാ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. അനന്തരമായി തൻ്റെ ചിന്താമണ്ഡലം ഉണ്ടായിരുന്നതായ ആ ആഗ്രഹം, അങ്ങനെ ദൈവത്തോടു കൂടെ ഉള്ള ഒരു ദൈവ വ്യവസ്ഥകൾ പാലിച്ചു ദൈവത്തെ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തെയാണ് താൻ മനുഷ്യനുള്ളതായ ബന്ധത്തെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും തൻ്റെ അംശം തന്നെ ഇട്ടുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ ആ മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചത്
എന്നാൽ അപ്രകാരമുള്ള ഒരു വിധേയത്വവും അനുസരണ മനോഭാവവും ഉണ്ടാകാതെ സാത്താനാൽ വഞ്ചിക്കപ്പെട്ടു പോയതായ ആ പശ്ചാത്തലത്തിൽ ദൈവ ഉദ്ദേശം നിറവേറുവാൻ തക്കവണ്ണം സാധ്യമാകാതെ വന്നത്. എന്നാൽ തന്റെ പുത്രൻ മൂലം അത് യഥാസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ദൈവ ആഗ്രഹപ്രകാരം ദൈവത്തെ തന്റെ ആ ആത്മാവിന്റെ അംശത്തിന് ജീവൻ നൽകിക്കൊണ്ട് തന്നെ ആരാധിക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സമാന കൂടാരത്തിലും അപ്രകാരം തന്നെ കാണുന്നത് കർത്താവ് രാജാവ് എന്നുള്ള പദവിയിലായിരുന്നത് താൻ തന്നെ ഭരിച്ചു പിതാവിനെ അനുസരിക്കുന്നതായ ഒരു രാജാവായിരുന്നു. കൂടാതെ താൻ കാളയെന്നോണം ഉടയവനെ അറിഞ്ഞു സേവിച്ചവനായിരുന്നു. ഒരു മനുഷ്യൻ എന്നുള്ള അവസ്ഥയിൽ യഥാർത്ഥ മനുഷ്യൻ എന്നുള്ള കാര്യം വെളിപ്പെടുത്തി മനുഷ്യപുത്രൻ തന്നെ സാത്താനും മറ്റും പരീക്ഷിക്കുമ്പോൾ നീ ദൈവപുത്രനാണെന്നുള്ള ആണെങ്കിൽ ഈ കല്ലിനോട് നീ കൽപ്പിക്കുക, അപ്പമായി തീർട്ടെ എന്ന് കൽപ്പിക്കുക എന്ന് കർത്താവിനെ അങ്ങനെ പ്രേരിപ്പിക്കുന്ന കാണാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ കർത്താവ് അതിനോട് പ്രതികരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത് ഞാൻ ദൈവപുത്രൻ എന്നുള്ള അവസ്ഥയിലല്ല, മനുഷ്യപുത്രൻ എന്നാണ് വായിക്കുന്നത്. മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് കടന്നു വരുന്ന ഓരോ വാക്കു ഭക്ഷിച്ചും ജീവിക്കണമെന്നുള്ള കാര്യമാണ് കർത്താവോട് വെളിപ്പെടുത്തിയത്. അപ്പൊ ഒരു മനുഷ്യനെ കുറിച്ച് ദൈവം തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ആ മനുഷ്യനിൽ നിന്ന് ആഗ്രഹിച്ച കാര്യം തന്റെ വചനം അനുസരിച്ചു ജീവിക്കുവാൻ തക്കവണ്ണമാണ്. ചുറ്റുപാടും കാണുന്ന പ്രലോഭനങ്ങളിൽ പെട്ടുപോയി താൽക്കാലികമായ ഈ ശരീരത്തിന്റെ ആവശ്യങ്ങളിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ളൊരു ജീവിതം ആകരുതെന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത്. സകലം നിനക്ക് ഭക്ഷിക്കുക, എന്നാൽ ഒരെണ്ണം ഒഴികെ ബാക്കി ഒന്നും ഭക്ഷിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കാര്യത്തിന് ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുവാൻ പറഞ്ഞതാണ്. അവിടെ നിന്നുള്ള ആ നിയന്ത്രണമൊന്നും പാലിക്കുവാൻ തക്കവണ്ണം ആദാമിനു തൻ്റെ തനിക്ക് കൂടെ വസിക്കുവാൻ തക്കവണ്ണം കൊടുത്ത അവയ്ക്കോ കഴിഞ്ഞില്ലെന്ന കാര്യം അറിയാൻ തക്കവണ്ണം നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ മാറി ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ അല്ലെങ്കിൽ വചനപ്രകാരം ജീവിക്കുന്നതായ ഒരു മാനദണ്ഡത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ജീവിച്ചതായിട്ട് കാണുന്നത്. അങ്ങനെ യഥാർത്ഥ ഒരു മനുഷ്യൻ താൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് സകല മനുഷ്യരുടെയും മധ്യസ്ഥനായി മനുഷ്യർക്കായിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ സകല മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷാവധി ഏറ്റു ഉയർത്തെഴുന്നേറ്റ ഒരു കഴുകൽ എന്നുള്ള അവസ്ഥയിൽ താൻ ദൈവത്തിന്റെ പുത്രനെന്ന് വളരെ ഊന്നി സ്ഥാപിക്കുകയുണ്ടായി. അങ്ങനെ ഈ 4 സ്വഭാവ ഗുണങ്ങളിൽ അടിസ്ഥിതമായി നമ്മളും ഇന്ന് രാജാക്കന്മാരായിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിലൂടെ രാജാക്കന്മാരായിരിക്കുന്നത് നമ്മെ തന്നെ ഭരിച്ചുകൊണ്ടുള്ളതായ ഒരു രാജീയമായ പദവി നിലനിർത്തുവാനാണ്. കൂടാതെ കർത്താവ് ചെയ്ത സേവനത്തിന് തുടർമാനമായി ഒരു കാളയെന്നോണം ഭൗമികമായ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ദൈവത്തെ സേവിക്കാതെ ഉടയനെ അറിഞ്ഞുകൊണ്ടുള്ള ഉടയന്റെ ഇഷ്ടം ചെയ്യുന്ന ഒരു സേവനം ചെയ്തുകൊണ്ടായിരിക്കണമെന്നുള്ളവർ. നമ്മൾ ഇന്ന് ഏത് വിധത്തിലാണ് നമ്മൾ ദൈവത്തെ സേവിക്കുന്ന കാര്യം അത് ഓരോരുത്തരും ശോധന ചെയ്യേണ്ടതാണ്. ആരെയും അത് വിധിക്കുവാനോ അങ്ങനെ ഒരാളെ തീരുമാനിച്ചു മുദ്രയടിക്കാനോ ഒന്നും ബൈബിളിൽ പറയുന്നില്ല. ഓരോരുത്തരും അത് ചെയ്യേണ്ടതാണ്. എന്നാൽ നമ്മെ പ്രബോധിപ്പിക്കുവാൻ തക്കവണ്ണം പല വിധത്തിലും പലവരെയും കൊണ്ടും ദൈവം ഇടയാക്കും. അത് വേറൊരു വിഷയമാണ്. ആ ഇടയാക്കുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക ഒരു ആളെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കില്ല. ദൈവാത്മാവ് തന്നെ പ്രേരിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മൾ പാതപെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ തിരികെ വരുവാനും യഥാസ്ഥാനപ്പെടുവാനും ഇടയാവും. അപ്പോൾ ഈ 4 വിധ സ്വഭാവ ഗുണങ്ങൾ നമ്മിലും നൽകി തന്നിരിക്കുകയാണ്. ആ സത്യം നമ്മൾ വെളിപ്പാട് പുസ്തകം ആരാധനയുള്ള ബന്ധത്തിൽ
4 അധ്യായം മൂലം ഗ്രഹിക്കാൻ തക്ക 4 5 അധ്യായങ്ങളിലായി വളരെ വ്യക്തമായി വെളിപ്പെട്ടു വരുന്നതാണ്. സിംഹാസനത്തിലും സിംഹാസന ചുറ്റിലും ആയിട്ടുള്ള 4 ജീവികൾ. സിംഹാസനത്തിൽ ആ ജീവിയായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 4 സ്വഭാവ ഗുണങ്ങൾ. ആ സ്വഭാവ ഗുണങ്ങൾ സഭയായ അവരിലേക്ക് കടന്നു വന്നതായ ആ കാര്യത്തെയാണ് ആ 4 മൃഗങ്ങൾ കാണിക്കുന്നത്. 4 മൃഗങ്ങൾ, അതൊന്ന് സിംഹത്തിന്റെ രൂപം, മറ്റൊന്ന് മനുഷ്യരൂപം, കാളരൂപം, പിന്നെ പറക്കുന്ന കഴുകന്റെ രൂപം. അങ്ങനെയുള്ള ഈ 4 കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവഗുണങ്ങൾ സിംഹാസനത്തിന്റെ നടുവിലായിരുന്നത്. അത് ചുറ്റുപാടുമായി മനുഷ്യരോട്ട് കടന്നു വന്ന ശേഷം മനുഷ്യരിലൂടെ അത് പ്രകടമായി അങ്ങനെയുള്ള മനുഷ്യരാൽ ദൈവത്തെ പുത്രന്റെ ശരീരം എന്നോണം ആരാധിക്കുവാൻ തക്കോണം ഇടയാക്കുന്ന ചിത്രമാണ് ഇവിടെ നമ്മൾ കണ്ടത്. ആ 12 ഗോത്രങ്ങൾ 3 തീർന്ന ശേഷം അവർ പിടിച്ചിരിക്കുന്ന ആ കൊടിയുടെ അടിസ്ഥാനത്തിലും മറ്റും നമ്മൾ ഗ്രഹിച്ച കാര്യമാണ്. കൂടാതെ തന്നെ ഒരു ആത്മീയ വളർച്ച പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ആരാധന ആയിരിക്കണം എന്നുള്ള കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കേണ്ടായല്ലോ. അത് ആ സ്ലൈഡ് ഒന്ന് എടുത്തേ. ഈ മലയിൽ അതല്ല, ഇത് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു കഴിഞ്ഞാണെന്ന് ഓർപ്പിക്കുകയാണ്. അവിടെ എന്ന് വെച്ചാൽ ആരാധന എന്ന് പറയുമ്പോൾ ഞാൻ അത് സംഗ്രഹിക്കാൻ തക്കവണ്ണമാണ് അടുത്ത നമ്മൾ ആ പ്രാകാരബന്ധത്തിലുള്ളതായ കാര്യങ്ങളിലേക്ക് ഊന്നിപ്പോകുന്നതിന് മുമ്പായി ഇതുവരെയും നമ്മൾ പഠിച്ചതായ കാര്യം ഒന്ന് സംഗ്രഹിക്കാൻ തക്കവണ്ണമാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ മലയുള്ള ബന്ധത്തിൽ സിനായ് പർവ്വതത്തിന്റെ ചുറ്റിലുമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർ വെറുതെ ആ അവസ്ഥയിൽ നിലനിൽക്കാതെ രക്ഷിക്കപ്പെട്ട എല്ലാം തൃപ്തനായി ഒന്നും തന്നെ പ്രാപിക്കാനില്ല എന്നുള്ള കാര്യം അബദ്ധമായി ഇന്ന് പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്തത്തിൽ അവൻ നേടേണ്ടതായ പുത്രനോടുകൂടെ പുത്രന്റെ ശരീരം എന്നോണം പുത്രനോടുകൂടെ കഷ്ടം സഹിച്ചു നേടേണ്ടതായ ആ ഭാഗം ഇന്ന് മറക്കപ്പെട്ടിരിക്കുകയാണ്. അതിനെ വേണ്ടാത്ത വിധത്തിലുള്ളതായ വ്യാഖ്യാനിച്ചുകൊണ്ട് വികൃതമാക്കിയിരിക്കുന്നതായ സത്യമാണ്. ഇത് വളരെയധികം ശക്തിയുക്തം പറയാൻ തക്കവണ്ണം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന കൊണ്ട് മാത്രമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊണ്ട് നിന്ന് നിൽക്കുന്നതല്ല, നിങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുക. ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലേക്ക് അവർ കടന്നു പോകുന്നതാണ്. വിശ്വാസി അവൻ കണ്ണുകൊണ്ടുള്ള കാഴ്ചയിലല്ല, എന്നാൽ വിശ്വാസത്തിലാണ് ജീവിക്കേണ്ടെന്നുള്ള കാര്യം. എന്തെങ്കിലും വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകരുത്. അതുവരെയും നടത്തിയതായ ദൈവം നമ്മെ ഇനിയും നടത്തുമെന്നുള്ള ഒരു പ്രത്യാശയുടെ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം ജീവിക്കേണ്ടത്. ഇന്ന് ഇന്ന് നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയയിലൂടെ കാണുന്നതും കേൾക്കുന്നതുമായ ചില വീഡിയോസുകളില് അവർ പറയുന്നുണ്ട്, ഇന്ന് അറിയപ്പെടുന്ന ചില വ്യക്തികൾ പറയുന്നുണ്ട്, ദൈവമുണ്ടെങ്കിൽ ദൈവം എന്തുകൊണ്ട് പ്രത്യക്ഷമായി ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് സൃഷ്ടിക്കുന്നില്ല എന്ന്. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യരോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഇടപെടുന്നെന്നും എന്തിനു വേണ്ടി ദൈവം സൃഷ്ടിച്ചു എന്നും ഈ ലോകത്തിൻ്റെതായ ഓരോ കാര്യങ്ങളിൽ മാത്രം അവൻ മുഴുകി ഇതിൽ അവസാനിപ്പിക്കാനല്ല, എന്നാൽ തന്നെ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തനിക്ക് അതിനുപരിയായ ഒരു അനുഗ്രഹീയമായ ഒരു ഭാവിയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ദൈവം താൽക്കാലികമായി ലോകത്തിൽ മനുഷ്യനെ ആക്കി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇത് ഗ്രഹിക്കാതെയാണെന്ന് പറയുന്നത്. വിശ്വാസം, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള സത്യത്തെ അനുദിനം വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കണമെന്ന് കർത്താവായ യേശുക്രിസ്തു പറയുകയുണ്ടായല്ലോ. ആ തോമാശ്രീയോട് ഉള്ള ബന്ധത്തിൽ കണ്ട് വിശ്വസിക്കുന്നവരല്ല, കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യം. ദൈവത്തിന്റെ വ്യവസ്ഥ അതാണ്. ഇപ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത് കാണാതെ വിശ്വസിക്കാം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു റോബോട്ട് എന്ന നിലയിൽ താൻ എപ്പോഴും ചങ്ങല വെച്ച് തന്നെ വലിച്ചുകൊണ്ടുപോകുകയോ അല്ലെങ്കിൽ ഒരു റിമോട്ട് കൺട്രോളില് നിയന്ത്രിക്കുവാൻ തക്കവണ്ണമുള്ള അവസ്ഥയിലല്ല മനുഷ്യൻ സൃഷ്ടിച്ചത്. ദൈവത്തെ പോലെ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ളതായ കഴിവ് അടിസ്ഥാനമായി സകലം ഇട്ടുകൊണ്ട് നന്മയെ കണ്ടിട്ട് നന്മ എടുക്കുവാനും തിന്മയെ കണ്ടിട്ട് തിന്മയെ
തള്ളിക്കളയുവാനുള്ള ആ ആഗ്രഹം ഒരു ദൈവത്തിലുള്ള പോലെ തന്നെ മനുഷ്യനെ ഉളവാക്കിക്കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് ദൈവത്തിന്റെ നീതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം മനുഷ്യനെ അവിടെ ഇടപെടുന്നത്. മനുഷ്യനെ രക്ഷയും ശിക്ഷയും കൊടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വ്യാഖ്യാനം കൊണ്ടുവരികയാണെങ്കിൽ ദൈവത്തെ അനീതിമാനാക്കുകയാണെന്നുള്ള കാര്യം അത്യുക്ഷരം പറയുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുന്നു. ദൈവം ഒരിക്കലും അനീതിമാനല്ല. അത് വളരെ വ്യക്തമായി അനീതി തോന്നുന്നതായ ചില വചനഭാഗങ്ങളുടെ താഴെയായി ഉടനെ പറയും ദൈവം അനീതി ചെയ്യുമോ. അപ്പോ അതുകൊണ്ട് മനസ്സിലാക്കണം, ചില വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ചില പ്രസ്താവനകൾ മനുഷ്യബുദ്ധിന് ഉൾക്കൊള്ളാൻ തക്കവണ്ണം പറ്റാതെ ഒന്നിനോട് ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ലഭിക്കേണ്ടതായ അർത്ഥപൂർണത ഒരു പ്രത്യേക ഇടങ്ങളിൽ മാത്രം നിലനിന്നുകൊണ്ട് വ്യാഖ്യാനിക്കുന്നവർക്ക് കിട്ടില്ല. അപ്പൊ പറയുന്നതിന്റെ സാരം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ദൈവത്തെ പോലെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണത്തിൽ ജീവിക്കുവാനാണ്. അനുദിനം ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്ന് ഒരു ശിക്ഷയും ഉണ്ടാവില്ല, ആരും ഒരു പാപവും ചെയ്യുന്നില്ല. പാപം ചെയ്ത് ഞാൻ അപ്പ ശിക്ഷിക്കട്ടെ എന്ന് പറയുന്ന ഈ പാപം ചെയ്യുന്നവന് ശിക്ഷിക്കാൻ തക്കോണം പറയാൻ എങ്ങനെയാ? ദൈവം നിയന്ത്രിക്കുകയാണെങ്കിൽ ആ പാപം ചെയ്യാൻ തക്കോണം ദൈവമാണല്ലോ പ്രേരിപ്പിച്ചത്. പിന്നെ അങ്ങനെയുള്ളതായ പ്രേരണ കൊടുക്കുന്ന ദൈവം ആ പ്രേരണയാൽ ചെയ്ത തെറ്റിനെ എങ്ങനെ ശിക്ഷിക്കാൻ തക്കവണ്ണം പറ്റും? ഇതുപോലും ചിന്തിക്കാതാണ് ഇന്ന് ചിലവര് ദൈവം ഇല്ലെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നത്. എത്രയോ ബാലിശമായ ചില ചിന്താഗതികളാണ്. ബൈബിൾ എന്താണെന്നുള്ള കാര്യം അറിയാതെയാണ് ബൈബിളിനെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നത്, ABCD അറിയാത്ത അവസ്ഥയിൽ. ഈ വിശ്വാസികൾ പോലും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന പോലെ ആ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിന്ന് തൃപ്തരായിരിക്കുകയാണ്. എല്ലാം ആയി, ഇനി ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ധാരണയില് അബുദ്ധ സഞ്ചാരികളായി പോയിക്കൊണ്ടിരിക്കുന്നു. അന്ത്യനാൾ വരുമ്പോൾ കണ്ണ് തുറക്കുന്ന അവസ്ഥയിലാണ് വന്നു പോയതായ ആ ദോഷം ഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോഴേ എന്നെ അത് ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് പല വിധത്തിൽ നമ്മൾ ഇടപെടുന്നുണ്ട്. അത് നമ്മൾ കേൾക്കുന്ന പോലുമില്ല. അതൊന്നും ഇതൊക്കെ എത്രയും കേട്ടിട്ടുള്ളതാണ്. ഞങ്ങൾ എത്രയും കേട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങള് പണ്ട് തന്നെ കേട്ടുള്ള ആൾക്കാരാണ്. ഇതൊന്നും പുതുമയല്ലെന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ നമ്മൾ യോബിന്റെ പുസ്തകത്തില് ലവ്യതാൻ എന്ന് പറയുന്നതായ ഒരു മൃഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ആ ലവ്യതാനെ കുറിച്ചുള്ളതായ എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ്. അതിപ്പോഴും ഒന്ന് ഈ തരണത്തിലൊന്ന് അത് ആവർത്തിക്കാനാകെ. ഈ ലവ്യതാൻ എന്ന് പറയുന്നതായ ഒരു വലിയ മൃഗമാണ്. അത് വെള്ളത്തിലാണെന്നോ കാണുന്ന വെച്ചോ, അതിനെ എത്ര തന്നെ വലിയ വലിയ അമ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഈ ചെതമ്പലുണ്ടല്ലോ, അത് സ്റ്റീല് പോലെയുള്ളതാണ്. അതിനെ തുളച്ചങ്ങോട്ട് അകത്തോട്ട് എത്ര അമ്പിനും തുളച്ചു കയറാൻ തക്കവണ്ണം സാധിക്കുകയില്ല. എത്ര തന്നെ അത് ദൈവം തന്നെ ചോദിക്കണം, നിനക്ക് ലൈവാതിനെ അമ്പ് ചെയ്ത് പിടിക്കാമോ? അപ്പോൾ അതേപോലെ യോബേ, നിന്നെ ഞാൻ ലൈവ്യതാനായിട്ടുള്ള കാണുന്നത്, നിന്നോട് ഞാൻ ഇടപെടുമ്പോൾ നീ ആ ഇടപെടുന്ന കാര്യങ്ങളിൽ വിധേയപ്പെട്ട് എവിടെയാണോ നീ നിന്നെ തന്നെ തിരുത്തേണ്ടത്, നിന്നെ തിരുത്തേണമെന്നുള്ള കാര്യമാണ് ദൈവം ഇടപെട്ടുകൊണ്ട് ഈ ഇയ്യോബിനോട് പോലും ഇടപെടുന്നതായിട്ട് കാണുന്നത്. അവസാനം ഇയ്യോബ് പറയുന്ന ഒരൊറ്റ വാക്കിൽ അതിന്റെ ആകത്തുകയായിട്ട് ദൈവം ഇടപെട്ടതിന്റെ കാര്യം തന്നെ വീണ്ടും വിചാരത്തോട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ താൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ ദൈവത്തെ കാണുന്നു. മുമ്പേ ഞാൻ ദൈവത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ഒരു കേട്ടറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ കാണുന്നു എന്ന് പറയാൻ ദൈവത്തെ ഒരു നാളും ആർക്കും കാണാൻ സാധിക്കില്ല. ദൈവത്തെ കാണുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇടപാടുകളെ നമ്മൾ ഗ്രഹിക്കുമ്പോഴാണ് ദൈവത്തെ കാണുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ഇടപാടുകൾ വ്യക്തമായിട്ട് ഗ്രഹിച്ചപ്പോൾ തൻ്റെതായ നീതിയല്ല തനിക്ക് ആത്മീയമായ രക്ഷയ്ക്ക് വേണ്ടത്, എന്നാൽ ദൈവത്തിന്റെ നീതി മൂലം ലഭിക്കേണ്ടത് നീതി കാണണമെന്ന് അതിന്റെ അടിസ്ഥാനത്തിലാണെന്ന കാര്യം താൻ മനസ്സിലായ ശേഷം താൻ പറയുന്നുണ്ട്, ദൈവം എന്താണ് പൊടിയുമേ നിൽക്കുന്നത് ഞാൻ കാണുമെന്ന്. കർത്താവായ യേശു ക്രിസ്തു താൻ ഒരു മനുഷ്യനായി ദൈവത്താൽ എന്തോ കേൾക്കുന്നുണ്ടോ? അപ്പോ ദൈവം തന്നെ താൻ മൂലം സൃഷ്ടിച്ചിരിക്കുന്നതായ ആ സൃഷ്ടിത്വത്തിലോട്ട് ആ ഒരു സൃഷ്ടി എന്നോണം കടന്നു വന്ന് താൻ മണ്ണോട് വെറും
അതാ പൊടിയായി തീർന്ന അവസ്ഥയിലോട്ട് തന്റെ മരണത്തെ അവിടെ കാണുന്നുണ്ട് ഇയ്യോബ്. അപ്പൊ പറയുന്നത് സാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആ ഇയ്യോബിനോട് പോലും ഇടപെടുന്നത് അവന് കൊടുത്തതായ ആ വിവേചന ശക്തിയാണ്. അവന് ഇവിടെ ഇടപെട്ടപ്പോൾ അവന് വിധേയപ്പെട്ടു. ഇന്ന് എത്ര തന്നെ പ്രസംഗിച്ചു കഴിഞ്ഞാലും ദിവ്യദാന പോലെയാണ്. അതങ്ങോട്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പ് സൈഡിലോട്ട് പോകും. എനിക്കല്ലാതെ ഈ വ്യക്തിക്കാണെന്നൊക്കെ പറയും. നമ്മോട് ഇടപെടുന്ന കാര്യം ഞാൻ കേൾക്കുന്ന വചനം എന്നോടുള്ള ബന്ധത്തിൽ എവിടെയാണോ ഞാൻ തിരുത്തേണ്ട കാര്യം വിധേയപ്പെട്ടുകൊണ്ടുള്ള ആ ലവ്യതാന്റെ കഠിന സ്വഭാവം മാറി അവന്റെ അവൻ ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവനായിരിക്കുന്നതായ ആ കഠിനമായ ഇരുമ്പ് പോലുള്ള ആ ചിദംബരങ്ങളുടെ അവസാനം മാറണം നമ്മൾ. ഇന്ന് നമ്മൾ വളരെയധികം മനസാക്ഷിയെല്ലാം കഠിനമായിട്ട് ചിദംബരെല്ലാം കഠിനമായിരിക്കുകയാണ്. എത്ര വചനം കേട്ട് എല്ലാം പൂർണ്ണമായി എന്തെങ്കിലും നമ്മൾ ചെയ്യണമെന്ന കാര്യം പറയുമ്പോൾ അയ്യോ അതെ ഇയാളതെ ദുരുദ്ദേശം പഠിപ്പിക്കുന്നു എന്ന് പറയും. അങ്ങനെ വിശ്വാസബോധം പോലും അന്യദീനപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ കാണാം. ഇത് പറയുന്നതിന്റെ ആ സാരം നമ്മൾ ആ പഴയ അവസ്ഥയിൽ നിന്ന് മാറി വളർച്ചയുടെ അവസാന ദൈവത്തെ ആരാധിക്കണം. അനുദിനം പുത്രന്റെ രൂപത്തോട് അനുരൂപരായി പോകാൻ തക്കോണമുള്ള വിധേയത്വ മനോഭാവത്തിൽ ദൈവം നൽകുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ പോരാട്ടങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യുന്നതായ ഒരു പുരോഗമന യാത്രയിലാണ് ആരാധന വേണ്ടത്. അല്ലാതെ ആ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതായ ഒരൊറ്റൊരു കാരണത്താൽ മാത്രമല്ല ആരാധനയുടെ മഹത്വപൂർണമായ അവസ്ഥയെ നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടൊന്ന് പറയട്ടെ. ഒരു മേശ നല്ലൊരു മേശയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതമാണല്ലോ മേശയെ കാണിക്കുന്നത് ആരാധനയുടെ. എന്നാൽ അത്താഴവും കർത്താവിന്റെ അത്താഴം കാണിക്കുന്നത് കർത്താവിന്റെ മരണം ഉയർപ്പാണ്. അപ്പൊ നമ്മളുടെ നല്ലൊരു ക്രിസ്ത്യ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മരണം ഉയർപ്പും ഘോഷിക്കേണ്ട എന്നുള്ള കാര്യമാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത്. അപ്പോ നല്ലൊരു പശ്ചാത്തലം ഉണ്ടാണ്. അതാണ് പറയുന്നത്, നിങ്ങൾ ഭൂതത്തോടു കൂടിയുള്ളതായ ഒരു മേശ പാടില്ല, ഭൂതത്തിൻ്റെതായ ഒരു കപ്പ് എന്ന് വെച്ചാൽ അതാണ് നമ്മൾ കർത്താവിന്റെ ആ അപ്പവും വീഞ്ഞും എടുക്കുന്നുണ്ടല്ലോ, ആ വീഞ്ഞെടുക്കുന്ന കപ്പിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഭൂതത്തിന്റെയും കപ്പലോ അങ്ങനെ ലോകത്തിൻ്റെതായ ഒരു കൂട്ടായ്മയിൽ കഴിയുന്ന പശ്ചാത്തലത്തിൽ ആകരുതെന്നുള്ള കാര്യം വളരെ വ്യക്തമായി കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 10 അധ്യായത്തിൽ പറഞ്ഞ ശേഷമാണ് 11 അധ്യായത്തിൽ ആരാധനയുടെ ചിത്രം അവിടെ കാണുന്നത്. അപ്പോൾ നല്ലൊരു പശ്ചാത്തലം ഇല്ലാത്തൊരു ആരാധന കഴിക്കുക എന്ന് പറയുന്നതല്ല, പുരോഗമിച്ചുകൊണ്ടുള്ള ആരാധനയാണ് വേണ്ടത്. എന്നാൽ ആത്മാവിന്റെ നിറവിൽ ദൈവനാമ മഹത്വത്തിനായി പുത്രന്റെ ശരീരം എന്നോണം പുത്രന്റെ കൂടെ ജീവിതത്തിന്റെ കഷ്ടങ്ങളെയും മറ്റു എല്ലാ പോരാട്ടങ്ങളെയും സഹിച്ചുകൊണ്ട് യാത്ര ചെയ്തു അനുദിനം ദേശം പ്രാപിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ് നമ്മെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ പർവ്വത ബന്ധത്തിൽ നമ്മൾ ആ താഴെ ആവർത്തന പുസ്തകം 1:6-7 നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത സ്ലൈഡ് ഇട്ടേ. ഇനി നാം ഇപ്പോ അത് ഏറ്റവും അവസാനത്തെ ആ ചുറ്റുപാടുള്ള 12 ഗോത്രങ്ങളോട് ബന്ധപ്പെട്ടും പിന്നെ മരാര്യര്, ഗെർശൂന്യര്, കൊഹാത്യർ എന്ന് പറയുന്നവരുടെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആരാധനയുള്ള ബന്ധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാണ് 2 ആവർത്തിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ അത് പരിഗണിക്കുകയുണ്ടായി. എന്നാൽ ആ പ്രാകാരം എന്ന് പറയുന്ന ചുറ്റുപാട് ഇപ്പോൾ നമ്മൾ ഈ ആരാധനയെന്ന് അല്ല, ഈ സമാന കൂടാരത്തെ 3 വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ തക്കവണ്ണം പറ്റും, അതിനെ ഉപമിക്കാൻ തക്കണം. വ്യാഖ്യാനിക്കുക മാത്രമല്ല ഉപമിക്കാൻ തക്കവണ്ണം പറ്റും. ഈ സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ നേരത്തെ ഓർപ്പിച്ച പോലെ 3 ഭാഗങ്ങളിലായിട്ട് നിലനിൽക്കുന്നതാണ്. ഒന്ന് പ്രാകാരം, പിന്നെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. ആത്മീയമായ തലത്തോട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധമാണ്. എന്നാൽ പ്രാകാരത്തെ കാണുന്നത് ഒരു ശാരീരികമായ ഒരു സ്ഥലത്തെ കാണിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പിതാവിന്റെ സ്ഥാനവും പുത്രന്റെ സ്ഥാനവും പരിശുദ്ധാത്മാവിന്റെ സ്ഥാനവുമായിട്ട് അത് വെളിപ്പെട്ടിട്ട് വരുന്നുണ്ട്. അതൊന്ന് പറയുകയാണെങ്കിൽ ഈ സമാന കൂടാരത്തിന്റെ അതിവിശുദ്ധത്തെ പിതാവോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ തക്കവണ്ണം സാധിക്കും. ആ വചനഭാഗം
എടുത്തുകൊണ്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ മനുഷ്യനുള്ളതായ ബന്ധത്തിലുള്ളതായ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിന്റെ ശേഷമുള്ളതായ സൈഡിൽ ഉപയോഗിക്കാൻ തക്കൊണ്ട് സാധിക്കും. ഇവിടെ പറയുന്നത് ആ പ്രാകാരത്തിന്റെ ഭാഗം കാണിക്കുന്നത് പുത്രന്റെ മനുഷ്യ അവതാരത്തെയാണ് പ്രാകാരത്തെ കാണുന്നത്. അത് അദൃശ്യനായ ദൈവം അത് തന്റെ ആ ദൈവത്തോടുള്ളതായ ആ സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസനോടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങുന്നതായ കാര്യമാണ്. ആ പ്രാകാരത്തിലാണ് നമ്മൾ രണ്ട് കാര്യം കാണാൻ തക്കൊണ്ട് സാധിക്കും. പ്രാകാരത്തിലെ ഒരു അതായത് ആ യാഗത്തിന്റെ ഒരു ഓൾട്ടർ കാണാൻ തക്കൊണ്ട് പറ്റും. അപ്പോ അതാണ് ആ യാഗം നടത്തുന്നതായ ഓൾട്ടർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ തന്റെ രക്ഷയുള്ള ബന്ധത്തിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ആ മരണത്തെ വെളിപ്പെടുത്തുന്നതും ആ മരണം മൂലമുള്ള ആ വീണ്ടും ജനനത്തെ ആ യാഗപീഠം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ യാഗപീഠം കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെയാണ്, ശരീരത്തിലൂടെ ഉള്ള മരണം, ആത്മാവിലൂടെ ഉള്ളതായ അതിന്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. വളരെ വ്യക്തമായ വചന പുതിയ നിയമത്തിലെ താളുകളിലൂടെ വായിക്കുമ്പോൾ ഗ്രഹിക്കാൻ തക്കോണം സാധ്യമാവുന്നതാണ്. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തെ അല്ലെങ്കിൽ താൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള, അപ്പോ ആ പ്രാകാരങ്ങളിലാണ് വളരെ വ്യക്തമായി അനുസരണമുള്ളവരായിട്ട് ഒരു യാഗം നടക്കുകയും ആ യാഗപീഠം എല്ലാം വെളിപ്പെട്ടു വരുന്നത്. കൂടാതെ തന്നെ ഈ പ്രാകാരത്തിൽ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ ശുശ്രൂഷയെ കാണുന്നുണ്ട്. ഒരു താമര തൊട്ടി അവിടെ വെള്ളത്തിൽ വെച്ചിരുന്നു. അത് കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ശുശ്രൂഷയെ വെളിപ്പെടുത്തുന്നത്. ഏതാ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ? മഹാപുരോഹിതനായ പിതാവിന്റെ ഭരതഭായി ഭാഗത്തായി താൻ മൂലം രക്ഷിക്കപ്പെട്ടവരെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും ആ ഓട്ടക്കളത്തിലോട്ട് ആക്കി തീർന്നുകൊണ്ട് തന്റെ രൂപത്തിൽ അനുവാദാക്കോണം താൻ ഒരു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുള്ള ഒരു കൂട്ടായ്മ ജീവിച്ചുകൊണ്ട് ഓടുവാനുള്ള യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് ആ താമരത്തൊട്ടി വെളിപ്പെട്ടു വരുന്നത്. അപ്പൊ അവിടെ നമ്മൾക്ക് വളരെ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു രണ്ട് ശുശ്രൂഷകളെ ഈ പ്രാകാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. അങ്ങനെ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിനോട് ബന്ധപ്പെട്ടുള്ള ആ രണ്ട് ശുശ്രൂഷകൾ അല്ലെങ്കിൽ താൻ ഇവിടെ വെച്ച് താൻ നേടിയതായ കാര്യങ്ങളാണ്. അത് തന്റെ അഭിഷേക അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മളിലോട്ടും പകർന്നുകൊണ്ട് നാം ഇന്ന് ചെയ്യുന്നതായ രാജീയ പൗരോഹിത ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ നമ്മളും ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കർത്താവായ യേശു നിങ്ങൾക്ക് പാവമില്ല എന്ന് പറയാണ്, നിങ്ങൾ തന്നെ വഞ്ചിക്കുന്നു. എന്നാൽ നിങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറയുകയാണെങ്കിൽ നിങ്ങളോട് അവൻ ക്ഷമിച്ച് നിങ്ങൾ യഥാസ്ഥാനപ്പെടുത്താൻ തക്കവണ്ണം താൻ നീതിമാനും വിശ്വസനുമാണെന്ന് നമ്മൾ കർത്താവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ശുശ്രൂഷയായ മഹാപുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ആ യാഗപീഠവും ആ താമരത്തൊട്ടിയും കാണിക്കുന്നത്. പിന്നെ വിശുദ്ധ സ്ഥലം കാണിക്കുന്നത് തന്റെ മാർമിക ശരീരത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ഓടിച്ചു പറയാണ്, അത് കേട്ടാണ് ഇനി അടുത്ത ഭാഗത്തോട്ട് വരുന്നത്. ആ മാർമിക ശരീരത്തെ കാണിക്കുന്നതാണ് ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരം. സഭ ആരാധിക്കുന്നതായ സ്ഥലമാണ് ആ വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബന്ധപ്പെട്ടുള്ളതായ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയിട്ടില്ല. സ്ലൈഡ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത് വേറൊരു മനുഷ്യനോടുള്ള ബന്ധത്തിൽ, വിശ്വാസിയോടുള്ള ബന്ധത്തിൽ സ്ലൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അടുത്ത ഈ പ്രാകാരത്തിന്റെ തൂണുകളോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിച്ച ശേഷം അങ്ങോട്ട് പോകുന്നതായിരിക്കും. അവിടെ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ഈ സമാന കൂടാരത്തെ മൂന്ന് വിധത്തിൽ അല്ലെങ്കിൽ അതിനോട് തുലനപ്പെടുത്താൻ തക്കോണം സാധിക്കുന്നതായ വിഷയമാണ്. അപ്പോൾ പ്രകാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെയും യാഗപീഠ ബന്ധത്തിൽ, പിന്നെ തന്റെ മഹാപുരുഷ ശുശ്രൂഷ എന്ന് പറയുന്ന അവസ്ഥ യഥാസ്ഥാനപ്പെടുത്തുന്ന അവസ്ഥ, വിശ്വാസിയുടെ പാവങ്ങളെ ഏറ്റുപറയുമ്പോൾ അവനോട് ക്ഷമിച്ചു അവനെ യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും പിതാവും പുത്രനോടുള്ള കൂട്ടായ്മയിൽ ഓട്ടക്കളത്തിൽ പുത്രന്റെ ശരീരം എന്നോണം കഷ്ടത ജീവിക്കുന്ന ജീവിതത്തിലോട്ട് നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശുശ്രൂഷയെ കാണിക്കുന്നതാണ് ആ താമര തൊട്ടി കാണിക്കുന്നത്. പിന്നെയാണ് നമ്മൾ വിശ്വരം ആരാധനയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അത് വളരെ മനോഹരമായിട്ടൊരു ആരാധന നമ്മളുടെ കാണിക്കുന്നുണ്ടത്. അപ്പോൾ നമ്മൾ കടന്നു വന്ന ശേഷം തന്നെത്താൻ ശോധന ചെയ്ത് നമ്മളിലുള്ള പാവങ്ങളെ ഏറ്റുപറയുന്നത് കാര്യങ്ങളും
ഈ യാഗപീഠ ബന്ധത്തിലാണ്. നമ്മൾ ആരാധിക്കാൻ നേരത്തും അത് തന്നെ പറയുന്നത്. നമ്മൾ വചനപ്രകാരം നമ്മൾ തന്നെ ശോധന ചെയ്തു നമ്മെ തന്നെ ഏറ്റു പറഞ്ഞാൽ ശോധന ചെയ്യാനുള്ളതാണ് താമര തൊട്ടി കാണുക. അപ്പൊ നമ്മളോട് ബന്ധപ്പെട്ട് കാണിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതെല്ലാം നമ്മൾ ആരാധനയ്ക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ തന്നെ ശോധന ചെയ്യണം. അതാണ് പറയുന്നത്, നിങ്ങൾ അപ്പവും വീഞ്ഞും കഴിക്കുന്നത് അയോഗ്യമായി കഴിക്കാൻ തന്നെത്താൻ ശിശാവ് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. അയോഗ്യത മാറി പാവങ്ങളെ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ഒരു ആരാധന വേണം എന്നുള്ള കാര്യമാണ്. അത് 1 യോഹന്നാൻ 1:7-8 ഭാഗങ്ങളായിട്ട് പറഞ്ഞത് തന്നെയാണ്. നമ്മൾ ഈ താമര തൊട്ടിയും യാഗകൂടവും മറ്റും കൊണ്ട് നമ്മെ ഗ്രഹിപ്പിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആരാധിക്കുന്നത് ക്രിസ്തുവിന്റെ ശരീരം എന്നാണ്. അതിവിശ്വസത്തിൽ നമ്മൾ കാണുന്നത് അവിടെ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതായ 12 അപ്പം ആ മേശയമേൽ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. ആ മേശയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ ഇതിനെ ഉപമിക്കുന്നതോട് ബന്ധപ്പെട്ടൊന്ന് ഓടിച്ചു പറഞ്ഞു പോവുക. അവിടെയാണ് ആരാധനയെ കാണിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഇത് എബ്രായർ 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പൗലോസ് അപ്പോസ്തലൻ വിശുദ്ധ സ്ഥലം കാണിക്കുന്നത് ഇപ്പോഴുള്ളതായ അവസ്ഥയാണ് കാണിക്കുന്നത്. ഇപ്പോൾ സഭ ആരാധിക്കുന്നത് അതിവിശ്വാസത്തോടെ എന്ന നിലയിൽ തന്നെ ഇവിടെ ഈ ഭൂമുഖത്ത് ആരാധിക്കുന്നതായ ആ നിലയാ വിശുദ്ധ സ്ഥലത്തെ വെളിപ്പെടുത്തുന്നത്. അവിടെ അപ്പവും കാണാൻ തക്കോണം പറ്റും. അവിടെ ആരാധനയുടെ ഉള്ള ചിത്രമാകുന്ന അധൂപകലശവും മറ്റും കാണാൻ തക്കോണം പറ്റും. പ്രാർത്ഥനയും മറ്റും എല്ലാം അതിൽ ഉൾക്കൊണ്ടതാണ്. പിന്നെ അങ്ങനെ ആ ആരാധന നമ്മൾ നടത്തുമ്പോൾ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രന്റെ ശരീരം എന്നോണം ആരാധിക്കുകയാണെന്നുള്ള കാര്യമാണ് അതിവിശ്വാസം കൊണ്ട് ഗ്രഹിക്കുന്നത്. അത് പിതാവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പൊ അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കാൻ തക്കോണം പറ്റും. പിന്നെ വേഗം ഓടിച്ചു പറയട്ടെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ 3 തലങ്ങളെ കാണാൻ തക്കോണം. കർത്താവ് ജഡമെടുത്ത് മനുഷ്യപുത്രൻ എന്നുള്ള അവസ്ഥയിൽ വന്ന്, കൂടാതെ തന്നെ താൻ ആത്മാവിൽ താൻ തന്റെ ആത്മീയ തലത്തെ കാണിക്കുന്നതാണ് വിശ്വസ്ഥലം. കൂടാതെ തന്റെ ദൈവം എന്നുള്ള അവസ്ഥയിലുള്ളതായ കാര്യത്തെ കാണിക്കുന്നതാണ് ആദിവിശ്വസ്ഥലം. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെയും 3 അവസ്ഥകളെ കാണാൻ തക്കൊണ്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി ഒരു തലം കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ട് പോകാം. ഒരു വിശ്വാസിയുടെ 3 തലങ്ങളെ കാണാൻ തക്കവണ്ണം പറ്റുന്നുണ്ട്. വിശ്വാസിയുടെ ശരീരത്തോട് ബന്ധപ്പെട്ടും വിശ്വാസിയുടെ ദേഹി എന്ന് പറയുന്നതായ ആ തലത്തെ കാണിക്കുന്നുണ്ട് വിശ്വസ്ഥലം. അവൻ ദേഹത്തെ ഈ ആത്മാവെന്ന തലത്തെ കാണിക്കുന്നതാണ് അതിവിശ്വസ്ഥലം. അപ്പോൾ അങ്ങനെ 3 കാര്യങ്ങളിലോട് ബന്ധപ്പെട്ട് ഈ സമാന കൂടാരത്തെ നമുക്ക് തുലനം ചെയ്യാൻ തക്കവണ്ണം ഊഹിക്കാൻ തക്കവണ്ണം പറ്റുന്നതാണ് കാര്യം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചിന്തിച്ച കാര്യങ്ങളില് പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ തൂണിനെ കാണിക്കുന്നത്. ഈ തൂണിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ. പഠിച്ചു കഴിഞ്ഞാണ് അന്നും കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് ഓടിച്ചു പറഞ്ഞു പോകാൻ തക്കാണ് ആഗ്രഹിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ തൂണ് പറഞ്ഞ ഗദര മരം കൊണ്ടാണെന്ന കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാണ് ഈ ഗദര മരത്തിൻ്റെതായ ആ പ്രാകൃതമായുള്ള അവസ്ഥയിൽ നിന്ന് അതിനെ രൂപപ്പെടുത്തി മനോഹരമായ ഒരു അവസ്ഥയിൽ ആ ഗദരമരത്തെ ആക്കി തീർത്തതിന് ശേഷമാണ് തൂണുകളായി അതിനെ നിലനിർത്തുന്നത്. ഈ തൂണുകൾ എന്ന് പറയുമ്പോൾ പ്രാകാരത്തിന് ചുറ്റുമുള്ള ഒരു മറയാണ്. അതിനെ ഫെൻസിങ് എന്ന് പറയാൻ തക്കവണ്ണം പറ്റും. വേലി എന്ന് മലയാള ഭാഷയിൽ വേലി എന്നുള്ള ഒരു മറയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ പൊതുവെ ഒരു ഫെൻസിങ് ആയിട്ടാണ്. എന്നാൽ അതാണ് കോർട്ട്യാർഡ് എന്ന് പറയുന്ന ആ അവസ്ഥയിൽ ആയിരിക്കുന്ന ആ നിലയിൽ അതിനെ ഒന്നും മറക്കണം. ആ മറ ഉണ്ടാകേണ്ടത് എന്റെ സ്വഭാവ ഗുണങ്ങളാണ് പറയുന്നത്. അത് വിശ്വാസി തന്നെയാണ് അതിന് മറയായിരിക്കുന്നുണ്ട്. ആ വിശ്വാസിയിൽ ഉൾക്കൊണ്ട് അതിനെ എടുത്ത ശേഷം അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ്. രക്ഷിക്കപ്പെടുന്ന വ്യക്തികളിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണത്. രക്ഷിക്കപ്പെടുന്ന ആളുടെ വ്യക്തിയിൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ട ശേഷം ആ പ്രാകൃതമായ സ്വഭാവം ഉണ്ടാവും. ഇതെല്ലാം മാറ്റുവാൻ തക്കവണ്ണം നമ്മൾ കൊളോസ് ലേഖനത്തിലും എഫെസ്യ ലേഖനത്തിലും എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ ശേഷം പുതിയ മനുഷ്യനെ ക്രിസ്തുവിനെ ധരിച്ചു കൊടുക്കാൻ തക്കവണ്ണം പറയുന്നതായ ഗലാത്യ ലേഖനത്തിലും കൊളോസ് ലേഖനത്തിലും മറ്റു പലയിടങ്ങളിലുമായി നമ്മളുടെ ആ പ്രാകൃതമായ സ്വഭാവത്തെ മാറ്റി അത് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി വന്നോണം ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ടുള്ള ഒരു സ്വഭാവമാണ് ഒരു വിശ്വാസിയിൽ പ്രകടമാകേണ്ടത്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവരിലെ ആ പ്രാകൃത സ്വഭാവം ഉണ്ടാവും എപ്പോഴും. അതെല്ലാം നമ്മൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ബൈബിൾ വായിച്ചും വചന ശുശ്രൂഷ കേട്ടും മറ്റും
നമ്മെ തന്നെ ശോധന ചെയ്ത് നമ്മൾ തിരുത്തേണ്ട ഇടങ്ങളിൽ തിരുത്തിക്കൊണ്ട് നമ്മൾ യഥാസ്ഥാനപ്പെട്ടുകൊണ്ടൊരു ആത്മീയ വളർച്ചയുടെ പാതയിലോട്ട് പോകുന്ന അവസ്ഥയിൽ, അങ്ങനെ വളർന്നു വന്നതായ ഒരവസ്ഥയിൽ നമ്മൾ സ്മൂത്തായി തീരുകയാണ്. ഇപ്പൊ നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യമാണല്ലോ, ഈ കടൽ തീരത്ത് കാണുന്നതായ ചില പാറ കഷ്ണങ്ങൾ കാണാൻ വളരെ സ്മൂത്ത് ആയിരിക്കുള്ളൂ. പക്ഷെ ആ പാറ അവിടെ ആയിരിക്കുന്ന പാറക്കഷ്ണം അവിടെ ആയിരിക്കുന്നത് മലകളിൽ നിന്ന് പൊട്ടി വീഴുന്നതായ മൂർച്ചയുള്ളതായ കല്ലുകളാണെന്ന് പറയും. അത് വെള്ളത്തിൽ കൂടെ ഒഴുകി അത് മറ്റുള്ള കല്ലുകളുമായിട്ട് ഇങ്ങനെ ഒരഞ്ഞ് അതിന്റെ മൂർച്ചയുടെ ഭാവമെല്ലാം പോയി വളരെ മനോഹരമായ കല്ലുകളാക്കിയത്. അപ്രകാരം തന്നെയാണ് നമ്മൾ വിശ്വാസികൾ രക്ഷിക്കപ്പെട്ട ശേഷം ആ പ്രാകൃത സ്വഭാവത്തിൽ തന്നെ കഴിയുന്നതായ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. അവരോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ ആ പ്രാകൃതമായ സ്വഭാവം വരും. അപ്പോൾ അവരുടേതായ ആ പ്രതികരണം എല്ലാം വെറും ജാതീയമായ അവസ്ഥയിൽ തന്നെ കാണുന്ന പറ്റും. ഒരു സഹോദരിക്ക് അറിയാവുന്നതാണ്, എന്നോട് മര്യാദയ്ക്ക് അടുത്തില്ലെങ്കിലല്ല എന്റെ പഴയ സ്വഭാവം ഞാൻ എടുക്കുമെന്ന് പറയുന്ന ചില വിശ്വാസികളെ കാണാൻ പറ്റും. ഞാൻ ആരാണെന്ന് അറിയാമോ, ഞാൻ എന്റെ രക്ഷിക്കപ്പെടുന്ന പിന്നെ ഞാൻ ഇന്നവളായ, അത് നിങ്ങൾ കാണണോ, എന്നോട് അധികം അടുക്കണ്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്ന ആളെ ഞാൻ കേട്ടിട്ടുള്ള പറയുന്നത്. അതുകൊണ്ട് പറയാം. അപ്പൊ നമ്മളിപ്പോ ഇതിപ്പോ വേറെ ആള് പറയുന്ന വെച്ചിട്ടുള്ള കാര്യമല്ല, അത് എനിക്ക് തന്നെ ഒരു മാതൃകയായി ഞാൻ കാണാറുണ്ട്. അപ്പോ നമ്മളിലുള്ള പഴയ ദുഷ്ട സ്വഭാവങ്ങളെല്ലാം ഇപ്പൊ അത് പുറത്തോട്ട് വെളിപ്പെടുവാൻ കൊണ്ടും ദൈവം ഇടയാക്കുമ്പോൾ അതിനെ നമ്മൾ താലോലിക്കുകയല്ല വേണ്ടത്, അതിനെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു അതെല്ലാം നമ്മൾ പൗരസഭ പറഞ്ഞ ഒരു അനുദിനം എന്നെ ഞാൻ മരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു. അനുദിനം നമ്മെ തന്നെ മരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിൽ ആ പ്രാകൃതമായ സ്വഭാവം മാറിയിട്ട് പ്രാകൃത മനുഷ്യൻ ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ പ്രാകൃതമായ സ്വഭാവം മാറ്റി അതാണ് പുതുക്കത്തിൽ, ജീവന്റെ പുതുക്കത്തിൽ. അത് നമ്മൾ റോമാലയനിൽ വായിക്കുന്നുണ്ട്. ലോകത്തിന് അനുരൂപരാതെ നന്മയും പ്രസാദം കൊണ്ട് ദൈവം തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നുണ്ട. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു ജീവിതം നയിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു സാക്ഷ്യമുള്ളവരായിരിക്കണം ഇവിടെ കാണുന്നത്. ആ സ്മൂത്ത് ആയ ഒരു അവസ്ഥയെ കാണിക്കാനാണ് അങ്ങനെയുള്ളവർക്ക് ലഭിച്ചതായ നീതിയാണ് അതിന്റെ തലക്കെട്ടായിട്ട് ആ വെള്ളിയുടെ ഒരു കെട്ടുമണിയായിട്ട് കാണുന്നത്. അവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന അവര് പാവത്തെ അത് ദൈവം ശിക്ഷിച്ചു, രക്ഷിക്കപ്പെട്ടതായ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പുത്രനിലൂടെയുള്ളതായ ശിക്ഷാവിധി അവർക്കിടയായി തീർത്തുകൊണ്ട് അവരെ ആ പുത്രനെ പ്രതികരിക്കുന്ന ഒരു നിലയിൽ അതിന്റെ ആ ചൂട് കാണാൻ തക്കവണ്ണം പറ്റും. കാരണം വെച്ചാൽ അവിടെയാണ് ഒരു താമരത്തിന്റെ ഒരു ചൂട് കാണുന്നത്. ആ താമരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്, പക്ഷെ അത് ഞാൻ ഓടിച്ചു പറഞ്ഞു മാത്രമേ ഉള്ളൂ. അതാണ് ഈ തൂൺ എന്ന് പറയുന്നത്. അതിന്റെ പ്രാകൃതമായ സ്വഭാവത്തോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത സ്ലൈഡിൽ കാണുന്നത്. അടുത്ത സ്ലൈഡിട്ട് ആ പ്രാകൃത സ്വഭാവങ്ങളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുമ്പ്, ആ മുള്ളിന്റെ സ്വഭാവങ്ങളും അടുത്ത് കഴിഞ്ഞാൽ തൊട്ടാൽ തന്നെ മുറിയും പിടിക്കാൻ തൊക്കെയാണ്. ഞാൻ അപ്പോ ആ തൂണിന്റെ ഭാഗത്ത് വരുമ്പോൾ ഇതൊന്നും കാണാൻ തൊക്കെ സാധിക്കില്ല. പിന്നെ അത് വളർന്നു വന്ന പ്രകൃതിയുടെ എന്താണ്. അപ്പൊ ഇവിടെ കൊണ്ട് ഇതിനെ മിനുസപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തന്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ്. ജഡീയമായ സ്വഭാവങ്ങളെല്ലാം മാറി അതിനെല്ലാം ഒരച്ച് കളഞ്ഞ് അതിനെ ചിന്തയിൽ എണ്ണി വ്യക്തമായിട്ട് എടുക്കുമ്പോൾ ആ ദൈവികത്വം പുറത്തോട്ട് വരും. അതിനെയാണ് ദൈവം കാണുന്നത്. എപ്പോഴും നമ്മൾ ജാതി എന്ന അവസ്ഥയിൽ നമ്മളിലായിരിക്കുന്നതായ ദുഷ്ട സ്വഭാവങ്ങളെല്ലാം ക്രിസ്തുവിലായ ശേഷം അനുദിനം വചനപ്രകാരം വചനത്താളുള്ളതായ കഴിവുകൾ മൂലം നമ്മളുടെ കറ ചുളുക്കും എന്നുള്ള അവസ്ഥ മാറണം. എഫ്സിലേനും 4-ാമത്തെ വായിക്കുന്നുണ്ടല്ലോ, വചനമാവുന്ന വചനം എന്നുള്ള എന്താണ് വെള്ളം കൊണ്ട് അനുദിനം കഴുകി കറ ചുളുക്കും എന്നുള്ളതായ അവസ്ഥ മാറി ക്രിസ്തുവിന്റെ ശരീരമായ സഭ പിതാവ് പുത്രനിലൂടെ നിലനിർത്തുന്ന കാര്യത്തോടെ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ കറ ചുളുക്കും എന്ന് പറഞ്ഞ അവസ്ഥയെല്ലാം മാറിക്കൊണ്ടുള്ള അവസ്ഥ വേണം. ഇതാണ് ആ പ്രാകൃതമായ എന്ത് പറയുന്നത്. അപ്പൊ മുള്ളിനെ കുറിച്ച് നമ്മൾ കണ്ട് ഇനി അടുത്ത സൈഡിലത്തെ എന്നാ ഇവിടെ നമ്മൾ കാണുന്നത് ഈ മരത്തിന് ഉള്ളിലൊരു ചറവുണ്ട്. അത് കത്തിച്ചാൽ നല്ല സുഗന്ധ ഗന്ധം ഉണ്ടാവും. ഗന്ധം ഉണ്ടാവും.
അപ്പൊ അല്ല നല്ലൊരു എന്താ സുഗന്ധം എന്ന് പറയുമ്പോ സുഗന്ധം ഉണ്ടാകും ചില അത് വളരെയധികം ആസ്വാദ്യമായുള്ളതായ ഒരു എന്താ ഉണ്ടാകുന്നത്. ഈ കുന്തിരിക്കം പോലുള്ള ഉണ്ടാവും എന്ന് പറയുന്നത്. അത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന ഒരു ആരാധനയെ കാണിക്കും. കൂടാതെ തന്നെ ഇത് പത്യോപദേശത്തെയും കാണിക്കുന്നുണ്ട്. പത്യോപദേശപ്രകാരമുള്ള ഒരു ആരാധന. പത്യോപദേശം ലഭിക്കുമ്പോൾ ഈ വസ്തുവാണ് ഈ മരത്തെ അത് യാതൊരു വിധത്തിലുള്ളതായ കൃമികളുടെയോ പുഴുക്കളുടെയോ ശല്യം കൂടാതെ അതിനെ ആക്രമിക്കാൻ തക്കവണ്ണം പറ്റാതെ ഈ ചരമാണ് ഈ മരത്തിനെ പ്രതിരോധിക്കുന്ന കേട്ടോ. അങ്ങനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു ചരമാണത്. ഇത് സുഗ്രാഹ്യമായിട്ടും വരുന്നതാണുള്ള കാര്യമാണ്. അപ്പോൾ പ്രതിരോധിക്കുന്ന അവസ്ഥ പറയുന്നത് നല്ല ഉപദേശമാണ് പറയുന്നത്. നമ്മൾക്ക് യഥാർത്ഥമായ ഒരു ഉപദേശമില്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്ന് നാനാവിധ ഉപദേശ കാറ്റിനാൽ അലഞ്ഞുലയുന്ന ഓടയായി തീരാതിരിക്കാൻ തക്കവണ്ണമാണ് ഇന്ന് വചനം പഠിക്കേണ്ടെന്നുള്ള കാര്യം ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ചിലരെ അത് ഉപദേശകന്മാരും ഇടയന്മാരും ആക്കി വെച്ചിരിക്കുന്നു പറയുന്നത്. അവരെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമാണ്. അത് ക്രിസ്തുവൻ സലോളം വളർന്ന ശേഷം നാനാവിധ ദുരുപദേശക്കാരനാൽ അലഞ്ഞു ഉലയുന്ന ഓടയായിരിക്കാൻ തക്കവണ്ണം നമ്മൾ വളരണം എന്നുള്ള കാര്യമാണ്. പുത്തന്റെ രൂപത്തോട് അനുരൂപമായി തീരുന്നതിൻ്റെതായ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. അത് എഫെസ്യർ 4-ാം വ്യക്തമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കും. അപ്പോ ഉപദേശത്താൽ നിറഞ്ഞിരിക്കുന്നതായ ഒരു ചറമാണ്ടാണ്. അപ്പോ ഉപദേശം കൊണ്ട് നിറയുന്നതായ അവസ്ഥയിൽ നമ്മെ ദുരുപദേശക്കന്മാരാൽ ഒരിക്കലും ആക്രമിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ ചോദ്യം ചെയ്യുമ്പോൾ പ്രത്യുത്തരം പറയാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുവാൻ യൂദയുടെ ലേഖനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് ഈ ചരം അതിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതായ സ്വഭാവഗുണം ആന്തരികമായിട്ട് ഇതിനുണ്ട്. പക്ഷെ ആ സ്വഭാവങ്ങൾ പ്രകടമാകുന്നത് ക്രിസ്തുവോട് ചേർന്നുകൊണ്ടുള്ള അവസ്ഥയിലാണ്. അത് ജന്മദത്തമായി കൊടുത്തിരിക്കുന്നതാണ്. ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെതായ ഇഷ്ടം ചെയ്യാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും മനുഷ്യനുണ്ട്. ആ സ്വഭാവം പുറത്തോട്ട് വരാതെ ചുറ്റുപാടുകളുടെ അടിസ്ഥാനത്തിൽ അവൻ ആ സ്വഭാവത്തെ മന്ദീഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അത് മാറി ക്രിസ്തുവിലായിരുന്നു ഒരു പുതിയ സൃഷ്ടി വന്നോണം ആ പഴയ സ്വഭാവം എല്ലാം മാറി എല്ലാം പുതിയതായി കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അടിസ്ഥാനമായി ആത്മാവിന്റെ ആ തേജസ് ലഭിച്ചു എന്നുള്ളതായ അവസ്ഥയിൽ ആ തേജസ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആരാധന ഉപദേശ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ് ഈ ചരം കൊണ്ട് വെളിപ്പെട്ട് വരുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് വളരെ വ്യക്തമായ ദൈവീയ കാര്യങ്ങളെ ഈ സമാന കൂടാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളുടെ ആ ചില നല്ല നല്ല സ്വഭാവങ്ങളോടെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. ഇനി അടുത്തതായ സ്ലൈഡ് ഇടാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച ഈ അല്പ കാര്യങ്ങൾ ചിന്തിക്കാൻ ഉണ്ടായതാണ് ഇത്. ഇപ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ ചിന്തിച്ചുവല്ലോ, ഈ സമാഗമന കൂടാരത്തെ 3 വിധത്തിൽ അതിനെ ഉപമിക്കാൻ തക്കവണ്ണം സാധിക്കുമെന്ന്. അതാണ് സ്ത്രീത്വത്തെ കുറിച്ചുള്ളതായ കാര്യം നമ്മൾ ചിന്തിക്കുകയുണ്ടായി. പുത്രനായ ദൈവത്തിന്റെ ശരീരവും അതാണ് തൻ്റെ ദേഹി ആത്മാവ് അങ്ങനെയുള്ളതായ അവസ്ഥയിൽ നമുക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ ഒരു വിശ്വാസിയുടെ അവസ്ഥയും കാണാൻ തക്കവണ്ണം പറ്റും. അപ്പോൾ പ്രാകാരത്തെ വിശ്വാസിയുടെ ദേഹത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. ആ ദേഹിയെ കാണിക്കുന്നത് ആ വിശുദ്ധ സ്ഥലത്തോട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആത്മാവ് ഒരു വ്യക്തിയുടെ ആത്മാവ്. അപ്പൊ എന്താണ് ദേഹം, ദേഹി, ആത്മാവ് എന്നാൽ 3 കാര്യത്തെയാണ് അതിവിശ്വാസത്തോട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം. അടുത്ത സൈഡിൽ നമുക്കത് കുറച്ചും കൂടി വിശദമായിട്ട് ഗ്രഹിക്കാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങൾ കാണുന്നത് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ച കാര്യമാണ്. കർത്താവിന്റെ അതാണ് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള അവസ്ഥയിൽ ചിന്തിക്കാൻ തക്കവണ്ണം പറ്റുമെന്ന് പറഞ്ഞല്ലോ. ശരിക്കും വരേണ്ടത് ഈ ആത്മാവെന്ന സ്ഥലത്ത് പിതാവിനെയും ദേഹി എന്ന സ്ഥലത്ത് കാണേണ്ടത് പുത്രനെയും പിന്നെ ദേഹവും സ്ഥലത്ത് പരിശുദ്ധാത്മാവിനാണ് കാണിക്കേണ്ടത്. വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ഇത് പ്രാകാര അല്ല, ഈ സമാഗമന കൂടാരത്തോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ ഈ പുത്രനാം ദൈവം പരിശുദ്ധാത്മാവിനാണ് രൂപപ്പെടുന്നത്, ശരീരം എടുക്കുന്നത്. ശരീരം എടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവ് നിന്റെ വരും, നീ അപ്പോൾ ഒരു കുഞ്ഞിനെ ഉൾക്കൊള്ളും, അവന് ദൈവത്തിന്റെ പുത്രനെ വിളിക്കപ്പെടും.
അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഉരുവാക്കപ്പെട്ട അവസ്ഥയിലാണ് ഇവിടെ ഈ സമാന കൂടാരത്തിൽ കർത്താവിൻ്റെതായ ഭാവത്തെ വെളിപ്പെടുന്നത്. അപ്പോൾ കർത്താവ് അവസാനമായിട്ടാണ് വരുന്നത്. ചില ഈ ത്രിത്വത്തിൽ ജഡം എടുത്തുകൊണ്ട് വരുന്നതിന്റെ അടിസ്ഥാനമാണ്. അപ്പോൾ പിതാവ് പുത്രൻ എന്നുള്ള അവസ്ഥ മാറി പിതാവ് പരിശുദ്ധാത്മാവ് പിന്നെ പുത്രൻ എന്നുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ മനുഷ്യപുത്രൻ അവസ്ഥയിലോട്ടായി തീർന്ന കാര്യം സമാപന കൂടാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കാൻ തക്കവണ്ണം പറ്റുന്നതാണ്. അപ്പോൾ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുവാനുള്ളതായ ആ ചില എന്നൊരു വ്യക്തി പറയാം, ചില ആൾക്കാർ ചോദിക്കാൻ തക്കണത് അയാൾ വളഞ്ഞ വഴിക്കേ ചോദിക്കുള്ളൂ, മറ്റുള്ളവരോട് പറയുള്ളൂ, നേരിട്ട് ചോദിക്കാനുള്ളതായ ഗട്സ് ഇല്ലാണ്. അപ്പൊ ഇവിടെ ഉള്ളത് വേറെ ഒരാൾ ഈ ഒരു ലോകമനുഷ്യൻ ബന്ധത്തിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ ഇതുവരെയും ഗ്രഹിച്ചതിന് വിപരീതമാണല്ലോ എന്നുള്ള കാര്യം വരുമ്പോൾ അത് ചോദിക്കാൻ തക്കോണമുള്ള ആ മാനസികമായ ഒരു ധൈര്യം വിശ്വസിക്കുണ്ടാവുകയാണ്. അല്ലാതെ കേട്ട പാതി കേൾക്കാത്ത പാതി എന്നുള്ള അവസ്ഥയിൽ പോകരുത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഇന്ന സഹോദരൻ പറഞ്ഞതല്ലല്ലോ, അപ്പോ അത് എന്താണ് സഹോദര, അത് എന്തുകൊണ്ട് ഇങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ ചോദിക്കാൻ തക്കവണ്ണം പറയുമ്പോഴേ ഉള്ളൂ ഈ ആത്മീയ വളർച്ച ഉണ്ടാവുള്ളൂ, നമ്മൾക്ക് കുറെ കാര്യങ്ങളിൽ പുരോഗമനം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ പഴയ ആ പടി തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പറയുന്നത് പുത്രനാം ദൈവം പരിശുദ്ധാത്മാവിനാലാണ് രൂപപ്പെടുന്നത്. അതുകൊണ്ടാ ഈ പ്രാകാരത്തെ പുത്രനോട് ബന്ധപ്പെട്ട് പറയാൻ തക്കവണ്ണം പറ്റുന്നത്. അത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാണ്. എന്നാൽ നമ്മൾ ഇനി ചിന്തിക്കുന്നത് ഒരു വിശ്വാസിയോട് ചേർന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒരു വിശ്വാസിയെ ഈ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിൽ അവന്റെ ശരീരത്തെ കാണാൻ തക്കവണ്ണം പറ്റും. അപ്പോൾ ഈ പ്രാകാരമാണല്ലോ ലോകത്ത് നിന്ന് ഈ സമാന കൂടാരത്തെ അകറ്റി നിർത്തുന്നത്. അപ്പോൾ ശരീരമാണ്, ആ ശരീരത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് അവിടെ ഇവിടം കൊണ്ട് വളരെ ശക്തമായിട്ട് ഈ വിവേചനം അല്ലെങ്കിൽ ഈ വിശദീകരണം അതിന്റെ വചനാടിസ്ഥാനത്തിൽ കൊടുത്തിരിക്കുന്നതാണ്. ഒന്ന് ശ്രദ്ധിച്ചത് പഠിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവർക്ക് ഈ വചനഭാഗം എടുത്തുകൊണ്ട് പഠിക്കാൻ തക്കവണ്ണം സാധിക്കും. അപ്പോൾ ഇത് വചനത്തോട് ബന്ധപ്പെട്ട് ഇതിനെ പഠിക്കുന്ന കാര്യമാണ് കേട്ടോ. അല്ലാതെ വെറുതെ നമ്മളൊരു എന്താ പറയുന്നത് ഈ പൊട്ടക്കണ്ണ് മാങ്ങേറിയുന്നതായ അവസ്ഥയല്ലല്ലോ. അപ്പോ അത് വചനപ്രകാരമുള്ള ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോ ഈ പ്രാകാരം എന്തിനെ വെളിപ്പെടുത്തുന്ന കാര്യമാണ്. ജഡമോഹം, കൺമോഹം. അപ്പോൾ ഈ വിശ്വാസിയുടെ ദേഹം, ദേഹി, ആത്മ എന്നിവിടങ്ങളിലായി നടക്കുന്ന പ്രവർത്തന രീതികൾ വചന വെളിച്ചത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വായിച്ചിട്ടുണ്ട്, ഹെഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ആ കറുത്ത കോളത്തില് കൊടുത്തിരിക്കുന്നതാണ് വിശ്വാസിയുടെ ദേഹം, ദേഹി, ആത്മാവ് എന്നിടങ്ങളിലായി നടക്കുന്ന പ്രവർത്തന രീതികൾ വചന വെളിച്ചത്തിലാണെന്ന് പറയും. അപ്പൊ ജഡത്തോട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കണം, ജഡമോഹം, കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം. ഇന്നിങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ. അത് ജഡത്തോട് ബന്ധപ്പെട്ട് വരുന്നതാണെന്നാ പറയും. അപ്പോൾ ഈ പ്രകാരത്തെ കാണിക്കുന്നത് വിശ്വാസികളുടെ വചന പിടിച്ചെടുക്കുന്നതായ ജീവിതവും ജഡമോഹമില്ലാത്തതും കൺമോഹമില്ലാത്തതും ജീവിതത്തിന്റെ പ്രതാപം ഒന്നും കൂടാതെ കഴിയുന്നതുമായ ഒരു അവസ്ഥയിലായിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ലോകത്തോട് അനുരൂപമായി തീരാതിരിക്കുള്ളൂ. ഇന്ന് ഈ ജഡതലത്തിലാണ് അനുരൂപത വന്നത്. എന്നാൽ പ്രാകാരത്തിൽ ആ മരത്തിന്റെ ആ പ്രാകൃതമായ സ്വഭാവം മാറ്റണം. ഞങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെയായിരുന്നു, അത് തന്നെ ഞങ്ങൾ തുടരുമെന്ന് പറയാൻ തക്കവണ്ണം വചനപ്രകാരം ഒരിക്കലും ആർക്കും വാദിക്കാൻ കഴിയില്ല കേട്ടോ. ഈ നമ്മൾ പഠിക്കുന്ന ഈ സമാഗമന കൂടാരമെല്ലാം അതിന്റെ ആത്മീയ അർത്ഥത്തിൽ ഗ്രഹിക്കണം. അല്ലാതെ ഇതെല്ലാം വെറുതെ അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എത്രയോ കാര്യം. അപ്പോ എപ്പോഴും നമ്മൾ ലോകത്തോട് അനുരൂപത്തിയിരുന്നത് ഈ ശരീരബന്ധത്തിലാണ്, ശരീരത്തോട് ബന്ധപ്പെട്ട പറയുന്നത്. ഇന്ന് അനുരൂപാതിരിച്ചാൽ ഇപ്പോ ചിലവർക്ക് കെട്ടിലും മട്ടിലും ലോകത്ത് മാറി ജീവിക്കാൻ തക്കവണ്ണം സാധിക്കുന്നതെന്നറിയാമോ? മറ്റുള്ളവർ ഞങ്ങളെ കളിയാക്കും, വിശ്വാസി എന്നുള്ള അറിയും, കളിയാക്കും. ഞങ്ങളെ കളിയാക്കാതിരിക്കാൻ തക്കവണ്ണം ചെറുതായിട്ടുള്ളത് ഞങ്ങൾ ധരിക്കുക, ചെറുതായിട്ടുള്ളതായ ധാരണ. കളിയാക്കാതിരിക്കാൻ തക്കവണ്ണം. വലുതായിട്ടൊന്നുമല്ല, ഞങ്ങൾ വലുതായിട്ടൊന്നുമല്ല. അപ്പൊ എന്താ? അപ്പൊ ഏതെങ്കിലും വിധത്തിലുള്ള അനുകൂലമായി തീരുക എന്ന് പറയുന്നത്.
അപ്പോൾ നമ്മളുടെ വീണ്ടും ജനിച്ച ക്രിസ്തുവിന്റെ തേജസ് ലഭിച്ചവരാണെന്നുള്ള കാര്യം, വിശ്വാസത്താൽ നമ്മൾക്ക് ക്രിസ്തുവിന്റെ തേജസ് ലഭിച്ചവരാണെന്നുള്ള കാര്യം, ആ തേജസ്സിനെ പ്രതികരിക്കുന്ന വസ്തു നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നത്, ആ തേജസ് നമുക്ക് വിശ്വാസത്തിന് അതിന്റെ യഥാർത്ഥത്തിൽ നിഴലായിരിക്കുന്നതായ വസ്തുവിന്റെ പൊരുൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇന്ന് ഭൂമിയിൽ കാണുന്ന പല കാര്യങ്ങളും ഇപ്പോൾ താമ്ര ഒരു നിഴലായിരിക്കുകയാണ്, അതാണ് ഈ തങ്കം ഒരു നിഴലായിരിക്കുക, അതുപോലെ തന്നെ വെള്ളി നിഴലായിരിക്കുക. ഈ വെള്ളി തങ്കം അതെല്ലാം നിഴലുകളാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായിരുന്ന അഴിഞ്ഞുപോയ വസ്തുക്കൾ കൊണ്ടതില്ല, എന്നാൽ ക്രിസ്തു എന്ന നിഷ്കളങ്ക നിർദോഷമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം. അപ്പൊ വിലയേറിയ രക്തത്തിന്റെ നിഴലുകളാണ് ഈ വെള്ളിയും സ്വർണവും എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ വിലയേറിയ രക്തത്തെ ഞങ്ങൾ കഴുകപ്പെട്ടിരിക്കുന്ന കാര്യം നമ്മൾ വെളിപ്പെടുത്തുന്നത് ഈ സ്വർണ്ണ വെള്ളിയുടെ പ്രതീകങ്ങളെ നമ്മൾ മാറ്റുമ്പോഴാണ്. അപ്പൊ മാറ്റുമ്പോൾ എല്ലാവരും ചോദിക്കും, അപ്പൊ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാമല്ലോ, സുവിശേഷം പറയാൻ തക്കോണം ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ നമ്മൾക്ക് ദൈവം നൽകുന്നതാണ്. ഇന്ന് തന്നെ ഞാൻ എന്നെ തന്നെ പൂഴ്ത്തിക്കൊണ്ട് പറയുന്നില്ല, ഇന്ന് തന്നെ ഇത് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ പുറത്തൊരു സഹോദരോട് സുവിശേഷം പറയാൻ ഇടയായത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിന്റെ വ്യക്തമായുള്ള നമ്മളുടെ ജീവിതത്തിന്റെ ആ നിലവാരത്തിലാണ് അവർ ഓരോന്നും ചോദിക്കാൻ ഇടയായത്. അപ്പോൾ നമ്മൾ ലോകത്തിന് അനുരൂപരാകാതെ ജീവിക്കുമ്പോൾ ഒരു കള്ളൊന്നും കുടിക്കണ്ടല്ലോ, ലിക്കറൊന്നും കുടിക്കേണ്ട സഹോദര അല്ല സ്നേഹിത, എന്നാൽ ബീർ കുടിക്കാറില്ല എന്നുള്ളത് ഇന്നലെ പ്രേരിപ്പിച്ചതാണ്. ബീർ കുടിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ബീറും കുടിക്കുന്നില്ല മറ്റും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ നമ്മെ ഇങ്ങനെയുള്ള അവസ്ഥയിലെന്ന് പറഞ്ഞപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സുവിശേഷം പറയാൻ തക്കവണ്ണം സാധിച്ചു. അപ്പോൾ നമ്മൾ ലോകത്തോട് അനുരൂപരായി തീരാതിരിക്കുമ്പോൾ നമ്മൾക്ക് സുവിശേഷം പറയാനുള്ള നല്ല സാഹചര്യം കിട്ടും. സഹോദരിമാർക്കൊക്കെ വളരെ അനുകൂലമായ സാഹചര്യം കിട്ടുന്നതാണ്. എത്രയോ നല്ലതാണെന്ന് അറിയാം. ഏറ്റവും കൂടുതൽ വളരെയധികം കർത്താവിന് വേണ്ടി ജീവിക്കാന്നുള്ളതായ ഒരു വിശ്വാസിയാണെങ്കിൽ അവർ സാഹചര്യങ്ങൾ ഒരുക്കും, അതിനുള്ളതായ ലോകത്തോട് അനുരൂപരായ തീരുകയാണെങ്കിൽ പറ്റില്ല കേട്ടോ. അനുരൂപരായ തീരുകയാണെങ്കിൽ മനോഹരമായിട്ട് സുവിശേഷം പറയാൻ തക്കണം പറ്റും. എന്നുവെച്ചാൽ ഇതെല്ലാം നമുക്ക് നേട്ടലുകളാണ്. പൊന്നെ വെള്ളി അഴിഞ്ഞു വന്ന വസ്തുക്കൾ കൊണ്ടല്ല ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തു എന്ന നിഷ്കളങ്കം നിർദോഷമായ കുഞ്ഞാന്റെ വിലയേറിയ വിലയേറിയതായ ആ രക്തം, അതിനെ നേളായി പ്രതികരിക്കുന്നതായ നേളിലെ നമുക്ക് മാറിപ്പോയി. ഇന്ന് ചില ആൾക്കാർ കുരിശിട്ട് നടക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളുടെ കുരിശുമായിട്ട് എന്റെ പറയുമായിരുന്നു. അപ്പോൾ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരിലായിട്ട് കാണിക്കുന്ന കുരിശിനെ എടുത്തുകൊണ്ട് നടക്കും. അപ്പോൾ അവര് പറഞ്ഞില്ലേ, കുരിശ് എടുക്കണം നടക്കാം, എന്റെ കുരിശ് എടുത്ത് എന്റെ പിന്നാലെ വരാനോ, ഞങ്ങൾക്ക് ഇതേ കുരിശ് കടുത്തിട്ടേക്കണം എന്ന് പറയും. പക്ഷെ കുരിശിനെ കാണിക്കണം എന്താണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ പൊരുള് മനസ്സിലാക്കാതെ ഇപ്പോൾ നിഴലിന്റെ പുറകെ പോകുന്നതാണ്. അപ്പൊ ഈ പ്രകാരത്തിലൂടെയാണ് എപ്പോഴും നമ്മൾ ഈ പൊരുളിനെ വെളിപ്പെടുത്തേണ്ടത്. പൊരുള് നമ്മൾക്ക് ലഭിച്ചു. നമ്മൾക്കുള്ളതായ ആ പൊരുൾ എന്ന് പറയുന്നത് പൊന്നെ വെള്ളി വിലയേറിയ വസ്തുക്കൾ കൊണ്ടല്ല, എന്നാൽ ക്രിസ്തുവിന്റെ ആ രക്തം, വിലയേറിയ രക്തം, ഈ ലോകത്തിൽ വിലപടിക്കാൻ തക്കവണ്ണം പറ്റാത്ത ആത്മാവിൽ ചിന്തിയതായ അതാണ് നിത്യാത്മാവിൽ ചിന്തിയതായ രക്തം എന്ന് പറയും. നിത്യാത്മാവിൽ ആ രക്തത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ വില ഒരിക്കലും മനുഷ്യരുടെ ബുദ്ധി ഉൾക്കൊള്ളാൻ അത്ര അതാണ് അതിഗംഭീരമായ വിലയുള്ളതായ വസ്തു. അതിനെ പ്രതികരിക്കുന്നതായ നിഴലുകളെ മാറ്റുമ്പോൾ ആ വസ്തുവിന്റെ മനോഹാരിത അവസ്ഥ ലോകത്തിൽ മനസ്സിലാകാൻ തക്കവണ്ണം പറ്റും. ഞങ്ങൾ കഴുകപ്പെട്ടവരാണ്, ക്രിസ്തുവിന്റെ രക്താൽ കഴുകപ്പെട്ടവരാണെന്നുള്ള കാര്യം നമ്മൾക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നത് ഈ പ്രാകാര ബന്ധത്തിൽ നമ്മൾക്കൊരു വിവേചനം ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആ പ്രാകാരത്തെ മറച്ചിരിക്കുന്ന ആ തൂണുകളായിരിക്കുന്ന ആ മരമൊന്നുമില്ല, ആ മരത്തിന്റെ പ്രാകൃതമായ സ്വഭാവങ്ങളെല്ലാം മാറ്റി മിനുസപ്പെട്ട അവസ്ഥയിലായിരിക്കുമ്പോൾ അതിന്റെ ആ മുള്ളിന്റെ അവസ്ഥ ലോകത്തോട് അനുരൂപരായിത്തീരുന്ന അവസ്ഥയല്ല. അപ്പോ ആ മരം, ആ പ്രാകൃതമായ മരം തട്ടി നോക്കി കഴിഞ്ഞിട്ടില്ല. ശരിക്കും നോക്കി കഴിഞ്ഞാൽ ആ മരത്തിന്റെ ഒറിജിനലോട്ട് അതിനെടുത്ത് നോക്കുമ്പോൾ ഇവിടുന്ന് ഉണ്ടായതായ ഒരു തടിയാണോ എന്ന് സംശയിക്കും.
അപ്രകാരമാണ് ഒരു വിശ്വാസി ഈ ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള സംശയമുള്ള ഭാവം. അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ക്രിസ്തുവിൽ നമ്മൾ രൂപാന്തരപ്പെടുന്നതായ അവസ്ഥ കാണുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ട അവസ്ഥയിലായിത്തീരുന്നതാണ് പുത്രന്റെ രൂപത്തിൽ അനുരൂപരായി തീരുന്ന എന്ന് പറയും, രൂപാന്തരപ്പെടും. അപ്പോൾ നമ്മൾക്ക് ഈ പ്രാകാരബന്ധത്തിൽ സമയമായി, ഞാനത് നിർത്താം. പ്രാകാരബന്ധത്തിൽ നമ്മൾക്ക് പ്രത്യക്ഷമായി സാക്ഷ്യം പറഞ്ഞുകൊണ്ട് പൊന്നെ വെള്ളി എന്ന വിലയേറിയ വസ്തുക്കളുണ്ടല്ല, എന്നാൽ അത് നേരായിരിക്കാൻ അതിന്റെ പൊരുളായ ക്രിസ്തുവിന്റെ വിലയേറിയ നിത്യ ആത്മാവിൽ ചിന്തതായ വിലയേറിയ രക്തമാണ് ഞങ്ങൾക്ക് ഇന്ന് ഇതിന് പകരമായി ലഭിച്ചത്. ലോകത്തിന്റെ അധിപതിയായ സാത്താന്റെ അതിൽ നിന്ന് വിടുതൽ ലഭിച്ചുകൊണ്ട് നമുക്ക് സ്വർഗത്തിന്റെ അവകാശികളായി സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരായിരിക്കുന്നത് യഥാർത്ഥമായ വിലയേറിയ വസ്തു ഞങ്ങൾ ധരിച്ചിരിക്കുകയാണെന്നുള്ള കാര്യം. അതിന് ഇന്നും അതിനോട് ബന്ധപ്പെട്ട പല കാര്യം ചിന്തിക്കാനുണ്ട്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ചിന്തിക്കാം. ഇപ്പോൾ സമയം കുറച്ച് അതിക്രമിച്ചു പോയി. കാരണം ഇടയ്ക്ക് ഒരു വീഴ്ചയൊക്കെ വന്നുപോയി ഏകദേശം. അത് പോട്ടെ. ഏതായാലും ഇപ്പൊ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇതുവരെയും ഗ്രഹിച്ചിരിക്കുന്നതിന് വിപരീതമായ വല്ലതും ആണെന്നുള്ള കാര്യം വല്ലതും ആ ചിന്താഗതി ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്ല, നേരിട്ട് ചോദിക്കാം. തക്കവണ്ണം അവസരമുണ്ട്, ഒരു പ്രശ്നവും ഉദിക്കുന്നില്ല, ചോദിച്ചുകൊണ്ട് സന്തോഷമുള്ളു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം കൂടെ ഉണ്ടെന്ന കാര്യം വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ദൈവനാമം മഹത്വപ്പെടും പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞത് കേൾക്കാമല്ലോ അല്ലെ? കേക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് സെക്ഷൻ ക്ലോസ് ചെയ്യാം. പ്രിയ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദിവസത്തിന്റെ പകല് മുതൽ ഈ സമയം വരെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. സന്ധ്യാസമയം ദൈവത്തിന്റെ വചനം ഇന്ന് ആത്മീയ സത്യങ്ങളെ കുറിച്ച് പറഞ്ഞു തരുവാനായിട്ട് പ്രിയദാസനെ ഞങ്ങൾ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവെ ദൈവവചനത്തിൽ നിന്ന് കേട്ടു ഞങ്ങള് എങ്ങനെയാണ് ഞങ്ങള് രക്ഷിക്കപ്പെട്ടത്, ഞങ്ങൾ എങ്ങനെയാണ് വിലയ്ക്ക് മേടിക്കപ്പെട്ടത്. ലോകത്തിന്റെ വിലയേറിയ വസ്തുക്കളിൽ നിന്നല്ല, ക്രിസ്തുയേശുവിന്റെ രക്തത്താലാണ് ഞങ്ങൾ വിലയേറിയ രക്തത്താലാണ് ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവർ എന്ന ആ ബോധ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകപരമായ അനേക കാര്യങ്ങളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ആത്മീകമായ മന്ന ഭക്ഷിക്കുവാൻ, ആത്മീകമായ സത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനൊക്കെ ഞങ്ങളെ അങ്ങ് ബലപ്പെടുത്തി. ഞങ്ങൾ ചുരുക്കം പേരാണെങ്കിലും കർത്താവെ, അങ്ങയുടെ സന്നിധിയിലിരുന്ന് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം പ്രിയദാസനിക്ക് കൂടെ കേൾക്കുവാനായിട്ട്, അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ദൈവമേ അങ്ങ് ഞങ്ങളെ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക സത്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. കർത്താവെ, അതൊക്കെ ഞങ്ങളെ ഹൃദയ പലകയിൽ സൂക്ഷിച്ച് മഹത്വത്തിനായി അന്ത്യത്തോളം വിശ്വസ്തയോടെ ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളെ ഏൽപ്പിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ മഹത്വത്തിനായി അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. മിഷൻ സഹാസിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിലയിൽ കർത്താവെ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കർത്താവെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനൊക്കെ ദൈവമേ ഈ നിലയിലൊക്കെ മിഷൻ സഹാസിറ്റിനെ ഞങ്ങൾ ബലപ്പെടുത്തിയല്ലോ. വരും ദിവസങ്ങളിലും കർത്താവെ ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് പോവാനും അനേകർക്ക് അത് കർത്താവെ പ്രയോജനീഭവിക്കാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. നല്ല സമയത്തിനായിട്ട് സ്തോത്രം, പ്രാർത്ഥനയായിട്ടായ സ്തോത്രം. സർവ്വതും ക്രിസ്തുവിന്റെ പാദപീഠങ്ങളിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കാറുമേ പ്രിയപിതാവേ. ആമേൻ. ഓക്കെ. അത് ഇടയ്ക്ക് ഒരിക്കലും ടെക്നിക്കലായിട്ട് എന്തോ ഇഷ്യൂ വന്നുങ്ങളെ.